ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സർവകലാശാലയുടെ പിന്തുണ ഇന്ത്യ തേടിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ ഇസ്രയേൽ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ കരമാർഗത്തിലൂടെ അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കടക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ജോർദാൻ, ഈജിപ്ത് വഴി എത്തിക്കാനാണ് ശ്രമം. 25,000-ഓളം പേരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യൻ എംബസിയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാനിലെ ആക്രമണത്തിൽ 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 1/3 തകർത്തെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. ഇസ്രയേലി നഗരങ്ങളിലേക്കും ഇറാൻ ആക്രമണം ശക്തമാക്കി. ഹൈഫയും ടെല്ലവീവും അടക്കം നഗരങ്ങളെ ഉന്നമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോകണമെന്ന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ വൻ വ്യോമാക്രമണമാണ് ഇസ്രയേൽ ഇറാനു നേരെ നടത്തിയത്. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെ ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തി. തത്സമയ വാർത്താ അവതരണത്തിനിടെ ആക്രമണം നടത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്താ അവതാരക ബോംബ് വീണതിനു പിന്നാലെ സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും പൊടിപടലങ്ങൾ നിറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ ചാനൽ ആക്രമിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ഔദ്യോഗിക ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ദേശീയ മാധ്യമം ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ രംഗത്തുവന്നു. ചെയ്യുന്നതിൽ ഇസ്രയേൽ ഖേദിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. ദേശീയ മാധ്യമം ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. അയത്തുള്ള ഖമേനിക്കെതിരെ നെതന്യാഹു വിമർശനം കടുപ്പിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഇറാനെതിരായ ഇസ്രയേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും ന്യായീകരിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക അത് തടഞ്ഞതായാണ് റിപ്പോർട്ട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വെടിനിർത്തലിന് ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ ആഹ്വാനം ചെയ്തു. ഇറാനുമേലുള്ള ആക്രമണങ്ങളെ GCC മന്ത്രിതല സമിതിയും അപലപിച്ച് രംഗത്ത് വന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.